ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ മേധാവിത്വം ഇപ്പോൾ കാര്യമായി ഏൽക്കാതെ വരുന്നതും, അടിയാളായി നിന്നിരുന്ന ചെറു രാജ്യങ്ങൾ പോലും അമേരിക്കയെ ധിക്കരിക്കുകയും അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിലും ഏറ്റവും അധികം നിരാശ അനുഭവിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപാണ്. മധ്യേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ ഭയം പഴയതുപോലെയില്ല. സദ്ദാം ഹുസൈനുമായുള്ള അമേരിക്കയുടെ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ അതത്ര ഫലപ്രദമായില്ല. പകരം സൗദി അറാംകോയിലെ അമേരിക്കൻ പങ്കാളിത്തത്തെ പോലും പുതിയ എഗ്രിമെന്റിന് തയ്യാറാവാതെ പിരിച്ചുവിട്ടുകൊണ്ട് നൈസായി അമേരിക്കയെ ഈ മേഖലയിൽ നിന്നും പറഞ്ഞയക്കുകയാണ് അറബികൾ ചെയ്തത്. അങ്ങനെ അമേരിക്കൻ ലോക മേധാവിത്വത്തിന്റെ വള്ളി പൊട്ടുകയാണെന്ന് മനസ്സിലായ ട്രംപ് പുതിയ ഇറക്കുമതി താരിഫ് ഏർപ്പെടുത്തിയാണ് ലോകത്തോട് ഇപ്പോൾ പടവെട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. സമ്പന്നതയിലും ദൂരത്തിലും മാറാടുന്ന അമേരിക്കയുടെ പ്രധാന വരുമാനം ആയുധ കച്ചവടവും യുദ്ധവുമാണ്. എന്നാൽ രാജ്യങ്ങൾ സ്വയം ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതും ഏതാണ്ട് 35 വർഷമായി ചെയ്ത സകല യുദ്ധങ്ങളും നഷ്ടമായതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ഇടിവാണ് സംഭവിപ്പിച്ചത്. അമേരിക്കൻ ഐക്യനാടുകൾ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടത് 1929 മുതൽ 1939 വരെയുള്ള കാലഘട്ടമാണ്.